നമസ്കാരം. ഒരു വശത്ത് ആത്മഹത്യയെങ്കിൽ മറുവശത്ത് കൊലപാതകം. ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഇന്ന് രാവിലെ ട്രെയിൻ തട്ടി മരണപ്പെട്ടത് ഒരു കുടുംബത്തിലെ 3 പേരാണ്. ആത്മഹത്യ അതുതന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത്. അമ്മയും 2 പെൺമക്കളും. ട്രെയിൻ തട്ടി മരിച്ച വീട്ടമ്മയെയും പെൺമക്കളെയും അതിവേഗം തിരിച്ചറിഞ്ഞത് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. പാറോലിക്കൽ 101 കവലയ്ക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയപ്പോൾ തന്നെ പ്രദേശത്തെ CCTVകളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വന്നു. ഇതിൽ നിന്നും മരിച്ചവർ ആരെന്ന വ്യക്തമായ സൂചനകളും പോലീസിന് കിട്ടി. കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള ആത്മഹത്യ തന്നെയായിരുന്നു ഇതെന്നാണ് നിഗമനം. തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ ഷൈനിയും മക്കളും കുറച്ചുനാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. രാവിലെ പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാണ് മക്കളെയും കൊണ്ട് ഷൈനി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നാലെയാണ് വീട്ടുകാർ ആത്മഹത്യയുടെ വിവരമറിഞ്ഞത്. മരിച്ച അലീനയും ഇവാനയും തെള്ളകം ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഷൈനിക്ക് 14 വയസ്സുള്ള എഡ്വിൻ എന്ന ഒരു മകൻ കൂടിയുണ്ട്. എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിവാഹമോചന കേസ് നടക്കുകയായിരുന്നു. ഷൈനിക്ക് ജോലിയില്ലായിരുന്നു. BSc നഴ്സിംഗ് പഠിച്ച ഷൈനിക്ക് ജോലി കിട്ടാത്തതും പ്രതിസന്ധിയായി മാറിയിരുന്നു. പാറോലിക്കൽ സ്വദേശികളായ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവർ ഒരുമിച്ച് ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഇതാണ് ഇടിച്ച ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറയുന്നത്. ഹോൺ അടിച്ചിട്ടും ഇവർ മാറിയില്ല. ലോക്കോ പൈലറ്റ് റെയിൽവേ പോലീസിന് മൊഴി നൽകിയത് ഇങ്ങനെയാണ്. പുലർച്ചെ 5:30 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് ചാടിയത്. സംഭവത്തിന് ശേഷം ലോക്കോ പൈലറ്റാണ് അധികൃതരെ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസിനെയും അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറ്റിയത്. മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലായതിനാൽ തിരിച്ചറിയാനായിരുന്നില്ല. വസ്ത്രവും ചെരുപ്പും കണ്ടിട്ടാണ് ഒരു സ്ത്രീയും 2 പെൺകുട്ടികളുമാകാം ഇതെന്ന നിഗമനത്തിലെത്തിയത്. എന്നാൽ തുടർന്ന് നടത്തിയ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സമീപവാസികളായ അമ്മയും മക്കളുമാണ് മരിച്ചതെന്ന് നാട്ടുകാരും തിരിച്ചറിഞ്ഞത്. ഇവരുടെ ആത്മഹത്യയിൽ ഷൈനിയുടെ ഭർത്താവിന് നേരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവ് നോബിയുമായി കുറച്ചു കാലമായി അകന്നു കഴിയുകയായിരുന്നു ഷൈനിയും മക്കളും. ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു. ഷൈനിയും ഭർത്താവും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഇറാഖിൽ ജോലി ചെയ്യുകയാണ് നോബി എന്നാണ് സൂചന. രാവിലെ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്നും ഇവർ ഇറങ്ങിയത്. ഇവരുടെ മകൻ എഡ്വിൻ കൊച്ചിയിലെ സ്പോർട്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.